ഇവിടെ തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടയ്ക്കാൻ നോക്കിയതാണ്. തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ്. വി ഡി സതീശൻ പറയുന്നത് പാലാരിവട്ടം പാലത്തിന് യാതൊരു തകരാറുമുണ്ടായിരുന്നില്ല, പാലാരിവട്ടം പാലം തകർന്നു പൊളിഞ്ഞു എന്ന് പറഞ്ഞ് അന്നത്തെ സർക്കാരിലെ എന്ന് വെച്ചാൽ UDF സർക്കാരിലെ ഉമ്മൻചാണ്ടി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ശ്രമിച്ചവരാണ്, അതിനുവേണ്ട നീക്കങ്ങൾ നടത്തിയവരാണ് LDF എന്നാണ് പറയുന്നത് വി ഡി സതീശൻ. ഒരു തകരാറും പാലാരിവട്ടം പാലത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ വി ഡി സതീശൻ. പക്ഷേ നാം അന്നത്തെ വാർത്തകളൊക്കെ കണ്ടവരാണ്. ശ്രീധരന്റെ നേതൃത്വത്തിൽ പാലം പുതുക്കിപ്പണിതതും കണ്ടതാണ്. അതിനുശേഷമാണ് പാലാരിവട്ടം പാലത്തിന് മുകളിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്നത് നാം കണ്ടതാണ്. VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തതാണ്, അദ്ദേഹത്തെ ജയിലിലടച്ചതാണ്, കരാറുകാരനെ അറസ്റ്റ് ചെയ്തതാണ്. അത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. പാലത്തിൻ്റെ പേരിൽ അഴിമതി നടത്തിയത് എങ്ങനെയെന്ന് കൃത്യമായ വിവരങ്ങൾ അന്ന് പുറത്തു വന്നതാണ്. ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, പാലം തകർന്നിട്ടില്ല, കള്ളക്കേസാണ് എന്ന് പറയുകയാണ്. അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരായിരുന്നു? G സുധാകരൻ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന G സുധാകരനാണ് ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്ന് വെച്ചാൽ UDFന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിക്കുകയും UDF പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത് ഞാനാണ് എന്ന്. കേൾക്കാം ആ വാക്കുകൾ കൂടി. പാലാരിവട്ടം പാലത്തിന് പാലം ഇവിടെ ഉണ്ടല്ലോ, ഒതുക്കി പഠിച്ചല്ലേ ഞങ്ങള് ഒതുക്കി പഠിച്ചപ്പോൾ സർക്കാരിനെയാണോ പ്രതിയാക്കിയത്? മന്ത്രിയാക്കി അല്ലേ? അല്ലേന്ന് ഇദ്ദേഹം പറഞ്ഞ പൊളിഞ്ഞില്ലേ? അങ്ങനെയാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്. ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്വം അല്ലേ? ഞാനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. G സുധാകരൻ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു, പിന്തുണക്കുന്നു UDF. ആ സ്ഥാനാർത്ഥിയായ G സുധാകരൻ പറയുകയാണ് ഇബ്രാഹിം കുഞ്ഞിനെ, മുസ്ലിം ലീഗ് നേതാവിനെ, ഉമ്മൻചാണ്ടി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ പാലാരിവട്ടം പാലത്തിന്റെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഞാനാണ് എന്ന്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു പാലം പൊളിഞ്ഞിട്ടില്ല, പാലം തകർന്നിട്ടില്ല, അതൊരു കള്ളക്കേസായിരുന്നു, അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് LDF എന്ന്. രണ്ടുപേരും ഇപ്പോൾ UDFലാണ്, ഒന്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നും കൂടി പറയാം. പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ വി ഡി സതീശൻ ഒന്ന് പറയുന്നു, അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായ G സുധാകരൻ മറ്റൊന്ന് പറയുന്നു. ഇതാണ് UDFൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചർച്ച. പാലാരിവട്ടം പാലത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? G സുധാകരൻ ചെയ്തതാണോ ശരി? G സുധാകരൻ പറഞ്ഞതാണോ ശരി? അതല്ല വി ഡി സതീശൻ പറഞ്ഞതാണോ ശരി? പാലാരിവട്ടം പാലത്തിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ലേ? ചർച്ചകൾ നടക്കേണ്ടതുണ്ട് കേരളത്തിൽ. അന്നത്തെ വാർത്തകളൊക്കെ മനസ്സിലുള്ളവർക്ക് അറിയാം. പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ നടന്ന വൻ അഴിമതി, പണം പോയ വഴി, അതിൽ VK ഇബ്രാഹിം കുഞ്ഞിനുള്ള പങ്ക്, മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പരോക്ഷമായി പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്തിരുന്നു. കോൺഗ്രസ് മന്ത്രിമാർ തന്നെ അത് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ട് എന്ന ആരോപണവുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ്. പാലം പുതുക്കി പണിതതിനു ശേഷമാണ് ഗതാഗത യോഗ്യമായത്. അന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലമായിരുന്നു. അന്ന് മന്ത്രിയായിരുന്നു G സുധാകരൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പാലാരിവട്ടം പാലം പുതുക്കി പണിത്. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ G സുധാകരനെ തള്ളിപ്പറയുന്നു, G സുധാകരന്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നു. ഒരക്ഷരം G സുധാകരൻ പറയുമോ വി ഡി സതീശനെതിരെ എന്നതേ അറിയാനുള്ളൂ. അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തത്, VK ഇബ്രാഹിം കുഞ്ഞിയെ അറസ്റ്റ് ചെയ്തത് ഞാനാണ് എന്ന്. അപ്പോൾ വി ഡി സതീശൻ ഒന്ന് പറയുന്നു, G സുധാകരൻ മറ്റൊന്ന് പറയുന്നു. നാളെ രണ്ടുപേരും എന്താണ് ഇത് സംബന്ധിച്ച് പറയുക എന്നത് കൗതുകമായി നിൽക്കുകയാണ്. UDF നടത്തിയ വലിയൊരു അഴിമതി പുറത്തു കൊണ്ടുവന്ന ആളാണ് G സുധാകരൻ. G സുധാകരൻ അത് ചെയ്തത് തെറ്റാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. രണ്ടുപേരും ഒരേ മുന്നണിയിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും ചെയ്യുന്ന അവസ്ഥ.